എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂൺ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂൺ ബിരിയാണിയാണ്. ഇത് ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം തന്നെ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കാഷ്യൂം കിസ്മിസും കൂടെ ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അതേ എണ്ണയിൽ തന്നെ ഒരു സവാള ഒന്ന് വറുത്തെടുക്കണം. സവാള വറുത്ത് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അതേ എണ്ണയിൽ തന്നെ ചെറുതായിട്ട് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വരുന്ന പാകമാകുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതായിപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. മസാലപ്പൊടിയും ചേർത്ത് കൂടെ തന്നെ നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് കൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ വീഡിയോസ് എൻ്റെ നിന്ന് മിസ്സായിപ്പോയി, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കൂണൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി 2-3 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ കൂൺ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് അടച്ചൊന്ന് മാറ്റി വെച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കൂണ് 200 ഗ്രാം കൂണാണ് ഇതിനായിട്ട് എടുത്തിരുന്നത്. റൈസ് തയ്യാറാക്കാനായിട്ട് ചുവട് കെട്ടിയുള്ളൊരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, പെരും ജീരകം എന്നിവ ചേർത്ത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത കുറച്ച് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി ഞാനിവിടെ 1.5 ഗ്ലാസ് ജീരകശാല അരി കഴുകി ഊറ്റി വെച്ച് കൊടുത്തതാണിത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1-2 മിനിറ്റ് അരി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ എത്രയാണോ അരി ഇട്ട് കൊടുത്തത് അപ്പോൾ അതിൻ്റെ ഇരട്ടി ചൂടുവെള്ളം, തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ 3 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒന്ന് മുന്നിട്ട് നിൽക്കണം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതപ്പോൾ ഇതേപോലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കൂണ് ഒന്ന് ചൂട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിത് ദം ചെയ്തെടുക്കാം. കുറച്ച് റൈസ് അതിൻ്റെ മുകളിലോട്ട് നിരത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്ത സവാള ഫ്രൈ ചെയ്തതോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി വിതറി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ബാക്കി വന്ന റൈസ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാള ഫ്രൈ ചെയ്തതും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് നെയ്യ് കൂടെയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് ഇതിനകത്ത് ദം ചെയ്തെടുക്കാമേ. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുവാണ്. ഇതപ്പോൾ റൈസ് തണുത്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഒന്നും നല്ല റൈസ് വിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഒന്നും കട്ട പിടിച്ച് പോയിട്ടില്ല. അപ്പോൾ നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഇതപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. അപ്പോൾ ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് നമ്മുടെ മഷ്റൂം ബിരിയാണി. അപ്പോൾ ഇത് വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കേണ്ട ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്